ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനൊന്നും ഈ അവസരത്തിൽ സാധ്യമാകുകയില്ല. ആയതിനാൽ അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് മാത്രം ചില വാക്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ മനുഷ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് ഇപ്രകാരം വിളിച്ചു പറയുവാനിടയായിട്ടുണ്ട്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും നമ്മുടെ കണ്ണിന് മുൻപിൽ ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ മനുഷ്യന് മാനസാന്തരം അത്യാവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ഏത് മേഖലകളെ നാം പരിശോധിച്ചു നോക്കിയാലും അവിടെയൊക്കെയും അസ്വസ്ഥനായ മനുഷ്യൻ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും മനുഷ്യന് മാനസാന്തരം വളരെ അത്യാവശ്യമാണ്. മാനസാന്തരമില്ല എങ്കിൽ തീർച്ചയായും നാം നശിച്ചു പോകും എന്ന് യേശു പറയുവാൻ ഇടയായിരുന്നു. അപ്പോൾ നമുക്ക് വിശ്വാസം വളരെ അത്യാവശ്യമാണ്. ദൈവത്തിലുള്ള വിശ്വാസം. ആ വിശ്വാസം നമുക്കുള്ളപ്പോൾ നമുക്ക് ദൈവത്തെ ഒരു ഭയം ഉണ്ടാകും. ദൈവത്തെ നാം അനുസരിക്കുവാൻ നാം പഠിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മെ അത് പഠിപ്പിക്കും. അങ്ങനെ നമുക്ക് ദൈവവുമായി ഒരു ബന്ധം നല്ല രീതിയിലാകും. അതിന് മാനസാന്തരം, അതിനപ്പുറം രക്ഷയെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് ഇവിടെ പറയുന്നത്. സകല മനുഷ്യരും മരിച്ചു പോകും, എന്നാൽ അവരുടെ ജഡം മാത്രമാണ് ഇവിടെ അവസാനിച്ചു പോകുന്നത്. അവരുടെ ആത്മാവോ അത് ദൈവത്തിൻ്റെ മുൻപിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും. ആ ദിവസം എന്നാണ്, എപ്പോഴാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്ന് മാത്രമുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലണമെങ്കിൽ മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനമേറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഈ ലോകത്തിലും നല്ല സമാധാനമുണ്ടായിരിക്കും, വരുവാനിരിക്കുന്ന ലോകത്തിലും നല്ല സമാധാനം ആയിരിക്കും. അതിനാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെയും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അതിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്കാവശ്യമുള്ളത് ഇന്നത് എന്ന് നിങ്ങൾ യാചിക്കും മുൻപ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്ന്. അപ്പോൾ ഒത്തിരി സമയം നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും യാതൊരു വിശേഷവുമില്ല, അതിലൊന്നും വലിയ കാര്യവുമില്ല. ഇവിടെ ജാതികളെന്ന് എടുത്തു പറയുന്നത് യേശുവിനെ അറിയാത്തവരാണ്. ആരായിരുന്നാലും
ഒത്തിരി സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കവിടെ ഇരുന്നു കൊണ്ട് കുറേ കാര്യങ്ങൾ പറയാം എന്നല്ലാതെ നമ്മളുടെ ആവശ്യം എന്താണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഹൃദയത്തെ അറിയുന്ന ദൈവം അതെല്ലാം അറിഞ്ഞിരിക്കുന്നു. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും ദൈവം തരുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന് നാം ഒത്തിരി സമയമല്ലെങ്കിൽ അധിക സമയം പ്രാർത്ഥിക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും നേടുവാനും കഴിയുകയില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒത്തിരി നീണ്ട പ്രാർത്ഥനയല്ല നമുക്ക് അത്യാവശ്യം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക, ദൈവം അത് നമുക്ക് നിവർത്തിച്ച് തരികയും ചെയ്യും എന്നുള്ളത് ദൈവത്തിൽ നിന്ന് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. അതിന് നമ്മൾ വലിയ വിശ്വാസം ഉണ്ടായിരിക്കണം. എൻ്റെ ദൈവം എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എൻ്റെ ആവശ്യങ്ങളൊക്കെയും ദൈവം അറിയുന്നു, എൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെയും ഇതുവരെയും തന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ദൈവം എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരും എന്നും നാം പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടവരാണ്. മത്തായിയുടെ 6:25 ഇപ്രകാരമാണ് പറയുന്നത്: അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ന് തിന്നും എന്ന് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്നൊടുക്കും ഇന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്ന്. അപ്പോൾ യഥാർത്ഥമായും നമ്മുടെ ജീവനായിട്ടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ജീവന് വേണ്ടി, ജീവനത്തേക്കും നിലനിൽക്കേണ്ടതിന് വേണ്ടി, ഇവിടെ മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തും വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ജീവനെ തന്നു, നമുക്ക് ശരീരം തന്നു, നമുക്ക് വസ്ത്രം തന്നു. ഇതൊക്കെയും ദൈവം തന്നെയാണ് തരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ സസ്യങ്ങളൊക്കെയും മറ്റ് ജീവജാലങ്ങളൊക്കെയും പലതിനും മനുഷ്യരൊന്നും കൊടുത്തിട്ടല്ലാതൊക്കെയും ഇവിടെ ജീവിച്ചിരിക്കുന്നത്, അതൊക്കെയും വളരുന്നത്. അതിനെയൊക്കെയും പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോടാണ് നാം അപേക്ഷിക്കുന്നത്, ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. കാരണം ഓരോ സംഭവങ്ങളും നമ്മുടെ കൺമുൻപിൽ നമ്മുടെ ലോകത്ത് സംഭവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ദൈവത്തിന് ഇഷ്ടമുള്ളതോ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതോ ആണ് ആ പ്രവൃത്തികൾ. അത്തരം പ്രവൃത്തികൾ നമ്മളും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതിനാണ് മാനസാന്തരപ്പെടണം, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. ആകാശത്തിൻ്റെ താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല എന്ന് തിരുവചനത്ത് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ വ്യക്തമായ നാം മനസ്സിലാക്കേണ്ടത്, അത് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കേണ്ടത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം തന്നെയാണ്. കാരണം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. മറ്റാരും നമ്മുടെ ആരുടെയും പാപമോചനത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചില്ല. സുവിശേഷമെന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അത് യേശുവിൻ്റെ ജനനവും മരണവും പുനരുത്ഥാനവുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ. യേശു ജനിച്ചത് മനുഷ്യനായി തന്നെ ആയിരുന്നു, എന്നാൽ ദൈവത്തിൽ നിന്ന് ആയിരുന്നു. ആ യേശുവിനെ
ഇവിടെ ലോകത്ത് 3.5 വർഷം ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയും ആ ദൈവരാജ്യത്ത് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് എന്നും ആ രാജ്യത്തിൽ മനുഷ്യൻ പ്രവേശിക്കണമെന്നും ആ രാജ്യത്തിൽ മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അവൻ പാപമില്ലാത്തവനായിരിക്കണം, അവൻ ശുദ്ധനായിരിക്കണം, അവൻ്റെ ഹൃദയം അശുദ്ധമായിക്കൂടാ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ആദാമെന്ന് പറയുന്ന പിതാവിൽ കൂടി സകല മനുഷ്യരും പാപികളായി തീർന്നു, അവരുടെ രക്തം മലിനമായി തീർന്നു. ആ രക്തത്തിലുള്ള പാപത്തെ നീക്കുവാൻ ഒരു മനുഷ്യനും അത് കരുതിക്കളയുവാൻ കഴിയുകയില്ല എന്നറിയുന്ന ദൈവം തൻ്റെ ജീവനും രക്തവും മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിനു വേണ്ടി, അവരെ തന്നോട് കൂടെ വസിക്കേണ്ടതിനു വേണ്ടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരനുഭവിക്കുന്നതായ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത ഒരു നിത്യമായ ജീവിതം അവർക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിച്ചു. അതിനുവേണ്ടിയാണ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി, ഞാൻ വീണ്ടും വരും, എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും ചേർത്തുകൊണ്ട് പോകുവാനാണ് പ്രിയമുള്ളവരെ യേശു കർത്താവ് വീണ്ടും വരുന്നത്. അല്ലാതെ ഇനി പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല, ഇനി യേശു വരുന്നത് പാപികളെ ശിക്ഷിക്കുവാനും തന്നിൽ വിശ്വസിച്ചവരെ നിത്യതയിൽ നിത്യജീവൻ പകരുന്ന അവർ തന്നോടുകൂടെ വസിക്കുവാനും വേണ്ടിയാണ്. മധ്യാകാശത്തിൽ കാഹളം ധ്വനിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച സകല വിശുദ്ധന്മാരും അവനോട് കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അങ്ങനെ കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തോട് ചേരുവാൻ നാം ഒരുങ്ങിയിരിക്കേണ്ടതിന് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ എപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ, ഭവനങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.